ഫിസിയോതെറാപ്പിസ്റ്റുകൾക്കും ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റുകൾക്കും പേരിനു മുന്നിൽ ഡോക്ടർ എന്ന് ചേർക്കാമെന്ന സുപ്രീം കോടതി ഉത്തരവ് ആരോഗ്യരംഗത്ത് സംഭവിച്ച വലിയ മാറ്റമാണെന്ന് ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സംഘടന. ഫിസിയോതെറാപ്പിസ്റ്റുകൾ ഡോക്ടർ എന്ന ടൈറ്റിൽ ഉപയോഗിക്കുന്നത് സ്വതന്ത്ര പ്രാക്ടീസ് നടത്തുന്നതും വിലക്കണമെന്ന ഹർജികൾ ശനിയാഴ്ചയാണ് സുപ്രീം കോടതി തള്ളിയത്. ഇവരെ മെഡിക്കൽ പ്രൊഫഷണലുകളെ സഹായിക്കുന്ന ഒരു വിഭാഗമായി ചുരുക്കാനാകില്ലെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു. ഫിസിയോതെറാപ്പിസ്റ്റുകളും ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റുകളും ഒക്കെ പേരിന് മുന്നിൽ ഡോക്ടർ എന്ന പദം ചേർക്കുന്നതിനെതിരെയുള്ള ഹർജി ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. സർ, ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ് ഈ ഒരു വിഷയം. 20 വർഷത്തോളമായിട്ട് ഇതിന് സാധൂകരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ നമുക്ക് നിയമപരമായ പരിരക്ഷ ഉണ്ടായിരുന്നില്ല. 2021 രൂപീകൃതമായ NCHP ആക്ട് പ്രകാരം 2023 നാഷണൽ കമ്മീഷൻ ഫോർ അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് കമ്മീഷൻ രൂപീകരിക്കുകയും അതിൻ്റെ ഫലമായി സംസ്ഥാനങ്ങളിലുടനീളം സ്റ്റേറ്റ് കൗൺസിൽസ് രൂപീകരിക്കുകയും ചെയ്തു. അവർ രൂപീകൃതമായിട്ടുള്ള ആക്ട് പ്രകാരം രൂപീകരിച്ച ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ വഴി രൂപീകരിച്ച കരിക്കുലത്തിലാണ് നമുക്ക് ഫിസിയോതെറാപ്പിസ്റ്റ് ഡോക്ടർ പ്രിഫിക്സ് വെക്കാം എന്ന നിയമമായിട്ടുള്ളത്. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറഞ്ഞതിന് ശേഷമാണ് ഫിസിയോതെറാപ്പിസ്റ്റുകൾ ഡോക്ടർ പ്രിഫിക്സ് വെച്ച് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി. ഇതിനെതിരെയാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ സംഘടനയും ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയത്. നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇന്ത്യയിൽ ഫിസിയോതെറാപ്പിക്ക് വളരെ ഗുണകരമായ മാറ്റം ലഭിക്കുന്ന രീതിയിലുള്ള ഒരു വിധിയാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. സർ, അതുപോലെ തന്നെ ഈ തെറാപ്പിസ്റ്റുകൾക്ക് സ്വതന്ത്രമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിനും എതിരെ ഹർജികൾ പോയിട്ടുണ്ടായിരുന്നല്ലേ? ഹെൽത്ത് കെയർ പ്രൊഫഷണൽ എന്ന കാറ്റഗറിയിലാണ് ഫിസിയോതെറാപ്പിസ്റ്റിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹെൽത്ത് കെയർ പ്രൊഫഷണൽ എന്ന് പറയുന്ന കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഏകദേശം 3600 മണിക്കൂറിൽ കൂടുതൽ ഒരു ചികിത്സാ രീതിയെപ്പറ്റി പഠിക്കുന്ന UG ലെവലിൽ പഠിക്കുന്ന ഒരു വിദഗ്ധരായ ആൾക്കാരാണ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ. അതിൽ ഫിസിയോതെറാപ്പിസ്റ്റ് അതിൽ പെടുകയാണ്. PG കൂടെ ചേർന്ന് വരികയാണ്. ഏതാണ്ട് 10000 മണിക്കൂറുകളോളം ഇതേപ്പറ്റി പഠിക്കുന്ന ആൾക്കാർ ഇൻഡിപെൻഡൻറ്റ് പ്രാക്ടീഷണേഴ്സ് അല്ല, അല്ലെങ്കിൽ ഈ വിഷയം പഠിക്കുന്ന ആൾക്കാർ സ്വതന്ത്ര പ്രാക്ടീഷണേഴ്സ് അല്ല എന്ന് പറയുന്നതിൽ യാതൊരു ലോജിക്കും ഇല്ല. അതുതന്നെയാണ് കോടതി ഇവിടെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ രോഗങ്ങളും നമ്മൾ ചികിത്സിക്കുന്നു എന്നല്ല, നമ്മുടെ അടുത്ത് എത്താൻ സാധ്യത കൂടുതലുള്ള പേഷ്യൻറ്റിനെ, നമ്മുടെ മേഖലയിലുള്ള പേഷ്യൻറ്റിനെ നമ്മൾ ചികിത്സിക്കുകയും നമ്മുടെ ഇതല്ലാത്ത പേഷ്യൻസിനെ നമ്മൾ വിവിധ സ്പെഷ്യാലിറ്റികളിലേക്ക് റെഫർ ചെയ്യുകയും ഒക്കെ ചെയ്യുകയാണ്. ക്രോസ് റെഫറൻസ് എന്ന് പറയുന്ന സംവിധാനമാണ് ഇവിടെ വരുന്നത്. ആരോഗ്യരംഗത്ത് ഒരു വലിയ മാറ്റം സംഭവിക്കുകയാണ്. MBBSകാരുടെ കുത്തകയായിട്ടിരുന്ന ഡോക്ടർ പദവി മാറുകയാണ്. ഒരു വലിയ മാറ്റത്തിനാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. ക്യാമറമാൻ രതീഷ് വെൺപകലിനൊപ്പം ഇന്ദുലേഖ രേണു, മാതൃഭൂമി ന്യൂസ്.